ഈ പെണ്ണ് ഇതെവിടെ പോയി? രാവിലെ ഇങ്ങ് വരാൻ ഞാൻ പറഞ്ഞതല്ലേ അവളോട്. ആ, മോള് വന്നോ? കൊറേ നേരമായി ഞാൻ നോക്കി നിൽക്കുന്നു. ഞാൻ ഒരുപാട് നേരം ഉറങ്ങിപ്പോയി അച്ഛാ. ഭൂതം വന്നിരുന്നോ ഇന്നലെ രാത്രി? അച്ഛാ വന്നിരുന്നു. എന്നിട്ടെന്താ? ആ ഭൂതം ഈ അടുത്ത കാലത്തൊന്നും കാട് വിട്ടു പോകുന്ന ഒരനക്കും ഇല്ല കേട്ടോ. സുഭദ്ര, നീ എന്താ പറയുന്നത്? അതെ അച്ഛാ, വല്ലാത്തൊരു ഭൂതം തന്നെയാ അത്. ദേവിയേക്കാൾ വലുതല്ലല്ലോ ഭൂതം. അയ്യോ, അച്ഛൻ ഇങ്ങനെ കോപിതനാവല്ലേ. ആ ഭൂതത്തിനെ അവിടെ നിന്നും തുരത്താനല്ലേ ഞാൻ നിന്നെ കാട്ടിലേക്ക് അയച്ചത്. അത് പിന്നെ അച്ഛാ, ആ ഭൂതം കുറച്ചു ദിവസം കൂടി അവിടെ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ആ കുറച്ചു ദിവസം നീയും അവിടെ ഉണ്ടാകണം. അയ്യോ അച്ഛാ. നിന്നെ കണ്ടു കഴിഞ്ഞാ പിന്നെ ആ ഭൂതം ഞങ്ങളുടെ അടുത്തേക്കൊന്നും വരില്ല. ശരി അച്ഛാ. എന്നാ പിന്നെ സമയം വൈകിപ്പിക്കാതെ എത്രയും പെട്ടെന്ന് മോള് കിണർ പണിക്ക് പോവാൻ നോക്ക്. ശരി അച്ഛാ. ഞാൻ ഉദ്ദേശിച്ച കാര്യം നടന്നേ. ഇനി രാമ പോകുന്നവരെ എനിക്ക് രാമന്റെ കൂടെ എന്ന് രാത്രി നിക്കാം. ഹായ് ഹായ് അയ്യമ്മ. ഈ പെണ്ണിത് എവിടെ പോയി? എത്ര നേരമായി ഞാൻ അവളെ വെയിറ്റ് ചെയ്യുന്നു. രാമ, ഞാൻ വന്നു. എത്രയായി സുഭദ്ര ഞാൻ നിന്നെ വെയിറ്റ് ചെയ്യുന്നു? അത് പിന്നെ രാമ, ഞാന് അച്ഛനോട് കുറച്ച് സംസാരിച്ചിരുന്നു. പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് ഡ്രസ്സ് മാറി ഒരുങ്ങാൻ കുറച്ച് സമയം എടുത്തു, അതാണ്. ആയിക്കോട്ടെ ആയിക്കോട്ടെ, വാ പണി തുടങ്ങാം. ഞാൻ ഇപ്പൊ വരാവേ. പണിയായുധങ്ങളെല്ലാം എടുത്തിട്ട് ഇപ്പൊ വരാം. ശരി രാമു. ദാ പിന്നൊരു കാര്യം എനിക്ക് സുഭദ്രയോട് പറയാനുണ്ട്. എന്താ രാമു? ഇന്നോ നാളെയായിട്ട് കിണറിൽ വെള്ളം കാണും. രാമു, നീ എന്താ പറയുന്നേ? അങ്ങനെ എനിക്ക് തോന്നുന്നേ. വെള്ളം കണ്ടു കഴിഞ്ഞാ നീ നാട്ടിലേക്ക് തിരികെ പോവും? ആ, ഞാൻ പോവും. അപ്പൊ രാമു, ഞാനോ? നീ ഭയപ്പെടാതെ സുഭദ്ര. അല്ല രാമു, നീ എന്നെ വിവാഹം കഴിക്കില്ലേ? തീർച്ചയായും സുഭദ്ര, ഞാൻ നിന്നെ വിവാഹം കഴിക്കൂ. എപ്പോ? നീ നാട്ടിലേക്ക് പോകുമ്പോ കൂടെ ഞാനും വരും. അയ്യോ, അത് പറ്റത്തില്ല. അതെന്താ? നീ ഇങ്ങനെയല്ലായിരുന്നല്ലോ നേരത്തെ സംസാരിച്ചിരുന്നത്. അത് പിന്നെ എനിക്ക് വീട്ടിൽ പോയിട്ട് എന്റെ അച്ഛനോടും അമ്മയോടും ആദ്യം സമ്മതം ചോദിക്കണം. എന്നിട്ട് എനിക്ക് നിന്നെ ഈ കാട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ പറ്റൂ. അയ്യോ രാമ. സുഭദ്ര, ഞാൻ പറയുന്നത് നീ ഇപ്പൊ അനുസരിക്കണം. രാമ, ഞാൻ എങ്ങനെ നീ ഇല്ലാതെ ഇവിടെ നിക്ക? സുഭദ്ര, ഞാൻ ഇന്ന് പോവില്ല. 2-3 ദിവസം കഴിഞ്ഞിട്ട് വെള്ളം കണ്ടിട്ടേ ഞാൻ പോവൂ. ഇപ്പൊ തന്നെ നീ ഇങ്ങനെ ടെൻഷൻ അടിച്ചാലോ? എനിക്ക് പേടിയാ രാമ, എനിക്ക് പേടിയാ. ഞാൻ തിരിച്ചു വരും, നീ എന്നെ കാത്തിരിക്കണം. രാമ, പോയി കഴിഞ്ഞ നീ എത്ര ദിവസത്തിനുള്ളിൽ തിരിച്ചു വരും? എന്നിട്ട് പോയിക്കോ നീ ഇവിടുന്ന്. ഒരാഴ്ച, അതിനുള്ളിൽ ഞാൻ തിരിച്ചു വരും. എന്നിട്ട് ഞാൻ നിന്നെ ഇവിടുന്ന് കൊണ്ടുപോകും. എന്നിട്ട് എന്റെ പെണ്ണായിട്ട് എന്റെ നാട്ടിൽ നീ ജീവിക്കും. രാമ, എന്നെ നീ ചതിക്കില്ലല്ലോ? ഒരിക്കലും ഇല്ല സുഭദ്ര, നിനക്ക് എന്നെ വിശ്വാസമില്ലേ? എനിക്ക് വിശ്വാസമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നത് സുഭദ്ര, നീ കേക്ക്. 2-3 ദിവസത്തിനുള്ളില് വെള്ളം കണ്ടു കഴിഞ്ഞാല് ഞാൻ നാട്ടിലേക്ക് തിരിച്ചു പോകും. കുറച്ച് ദിവസം കഴിഞ്ഞാല് നിന്നെ ഞാൻ കൂട്ടാൻ വരും. ശരി. എന്നാ വാ, കിണർ പണി തുടങ്ങാം. അല്ലടോ, താനതിങ്ങനെ നോക്കി നിൽക്കുന്നേ? ഒന്നുമില്ല. താൻ ഇന്ന് രാത്രിയും എന്റെ അടുത്തേക്ക് വരുമോ? ഞാൻ വരും. ശരി ശരി. അല്ല, രാത്രിയില് സുഭദ്ര വരുന്നു പറഞ്ഞിട്ട് അവളെന്താ വരാത്തെ? സുഭദ്ര തന്നെ വരണമെന്നുണ്ടോ? ഞാൻ വന്നാലും മതിയോ? അയ്യോ, അതാരാ? ഭൂതം. വാതില് തുറക്കടാ. ഇല്ല. തന്നോടല്ലേ പറഞ്ഞ വാതിൽ തുറക്കാൻ? എന്നൊന്നും ചെയ്യല്ലേ, എന്നൊന്നും ചെയ്യല്ലേ. അയ്യോ അയ്യോ, ഭൂത. താൻ എന്താടാ വിചാരിച്ചേ? താൻ വാതിൽ തുറന്നു തന്നില്ലെങ്കിലും എനിക്ക് അകത്തേക്ക് കയറാൻ പറ്റുന്ന ഇപ്പൊ മനസ്സിലായല്ലേ? അയ്യോ അയ്യോ, എന്നൊന്നും ചെയ്യരുത്. തന്നെ ഞാൻ ഒന്നും ചെയ്യില്ല, കൊല്ലുള്ളൂ. ഹേ രാമ. സുഭദ്ര, സുഭദ്ര, നീ കണ്ടില്ലേ? ഇത് ഭൂതം. എവിടെ? എന്റെ ബാക്കില്. അയ്യോ, ഞാനൊന്നും കാണുന്നില്ലല്ലോ. സുഭദ്ര, ഇത് ഭൂതാ സുഭദ്ര, എന്റെ ബാക്കിലുള്ളത്. എന്റെ രാമ, നീ എന്തൊക്കെ പിച്ചും പെയ്യാൻ പറയുന്നേ? അച്ഛനോട് ചുമ്മാ കള്ളം പറഞ്ഞിട്ട് ഇപ്പൊ നീയും പറയുന്നുണ്ടോ ഇവിടെ ഭൂതണ്ടെന്ന്? അയ്യോ എന്റെ സുഭദ്ര, ഞാൻ ചുമ്മാ പറയുന്നല്ല. നീ കാണുന്നല്ലേ ഈ വെള്ള കളറില് കറുത്ത വലിയ കണ്ണൊക്കെ ആയിട്ട് ഒരു ഭൂതോ? ഇല്ല രാമ, ഞാൻ കാണുന്നില്ല. ഏയ് തൊപ്പിക്കാരാ. സുഭദ്ര, ഞാൻ സത്യം പറഞ്ഞ എന്റെ ബാക്കിൽ ഭൂതമുണ്ട്.
ഒന്ന് പോരാമോ, ചുമ്മാ എന്നെ കൂടി പറ്റിക്കാതെ. ഹലോ കൂട്ടുകാരെ, കുറച്ച് കൂട്ടുകാർ നമ്മളോട് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അവരോടൊക്കെ ഒന്ന് ഹായ് പറയാം. ഹായ് റിസ ഫാത്തിമ, ഹായ് ഇഫ്ര, ഹായ് സൽഫ. പുതുതായി നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറന്നു പോയേക്കല്ലേ കൂട്ടുകാരെ. നമ്മുടെ വീഡിയോസിന് ഇപ്പോൾ ലൈക്ക് വളരെ കുറവാണ്. കൂട്ടുകാർ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. പുതുതായി നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറന്നു പോയേക്കല്ലേ കൂട്ടുകാരെ. ഓക്കെ ബൈ ഫ്രണ്ട്സ്, അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ലവ് യു ഓൾ.